ബുദ്ധിമുട്ടിക്കാനും വേണ്ടി വിരോധമുള്ളവർ അപ്പൂപ്പൻ്റെ നല്ലൊരു സീൻ ഉണ്ടാവും കൊടുത്തിട്ട് 13 കോടീനെ ഇതെന്താണ് എന്താണ് വാച്ചാ 1 വാച്ച് 2 വാച്ച് 3 വാച്ച് 4 വാച്ച് ഫോണ് കുറേ ഉണ്ടല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ടു മിസ്റ്റർ മാസ്റ്റർ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമമായ സ്വാഗതം. സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുക എന്ത് തേങ്ങയാണ് ഇവൻ കാണിക്കുന്നത്? ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും. നമ്മുടെ അടുത്ത് കുറച്ച് പഴയ ഫോൺസുകളും പിന്നെ ഫോൺസ് ഇത് മാത്രമല്ല ഇവിടെയുണ്ട് കുറച്ച്. അത് ഞാൻ കാണിച്ചതാ. ഒരു 3 ഫോൺ ഇവിടെ ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് നാട്ടിൽ പോയി വന്ന സമയത്ത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇപ്പം നമ്മൾ തിരൂരാണുള്ളത്. ഫോണും ഉണ്ട്, ഇതാ വാച്ചും ഉണ്ട്. വാച്ചെല്ലാം ഇങ്ങനെ കാണിക്കേണ്ട ഒരു കൈവലിങ്ങനെ വെച്ചതാ. ഇതാ പിന്നെ 3 ഗോൾഡൻ വാച്ചും പിന്നെ അതേപോലെ തന്നെ ഒരു സിൽവറിൻ്റെ വാച്ചും ഉണ്ട്. അപ്പോൾ അതിൽ 2 ബ്രാൻഡഡ് ആണ്, മറ്റേത് നോർമൽ വാച്ചാണ്. പിന്നെ ഫോൺസ് ഒന്നും വർക്കാവില്ല. ഒരു ടച്ച് ഫോണും പിന്നെ 1 2 3 4 5 6 6 4 4 5 6 7 ഫോണുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ തിരൂര് മാർക്കറ്റിൽ പോയിട്ട് ഞാൻ ഇതിപ്പോൾ ഫ്രൈഡേ മാർക്കറ്റിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത ആൾക്കാരാണെന്ന് ജസ്റ്റ് ഐ ബട്ടണിൽ കൊടുക്കുക, ആ മോളിലുണ്ട്, അത് ആദ്യം കാണുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചീപ്പ് പ്രൈസ് എല്ലാ പ്രോഡക്റ്റും കിട്ടുന്ന ഒരു മാർക്കറ്റാണ്, പ്രത്യേകിച്ച് ഫ്രൈഡേ മാർക്കറ്റ് തിരൂരിത്തെ. ഓക്കെ, അപ്പോൾ ഇന്ന് ഫ്രൈഡേയും കാര്യങ്ങളൊന്നുമല്ല, നോർമൽ ഡേ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താക്കുക, ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പോവാം. അപ്പോൾ ഒരു പക്ഷേ ഞാൻ വീഡിയോ ചെയ്യാൻ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ആദ്യം പോയിട്ട് വെറുതെ കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ജസ്റ്റ് ഒരു കണ്ടന്റ് ആക്കി ഇട്ടുകൂടാ. കാരണം വെച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല ഇതേപോലെ കുറേ സ്വിച്ച് ഫോൺ, ഇതൊന്നും വർക്കാവില്ല കേട്ടോ. പിന്നെ എന്താ വാച്ചൊക്കെ ഉണ്ടാവും, പണ്ട് ഗൾഫിൽ നിന്നെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് കെട്ടാൻ മടിയിലൂടെ നമ്മൾ കെട്ടാണ്ട് വെച്ച കുറേ വാച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് റെസ്പോൺസ് കാര്യങ്ങൾ, എത്ര പൈസ കിട്ടും, ജസ്റ്റ് എസ്റ്റിമേറ്റ്. വലിയ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കാരണം വെച്ചാൽ ഓൾറെഡി എല്ലാ ചീപ്പ് പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ നമ്മളെന്തായാലും വലിയ പൈസ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്ര കിട്ടും, കാരണം നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ സാധനങ്ങളായിട്ട് നിങ്ങൾക്ക് എന്താ ഇങ്ങനെ വന്ന് കൊടുക്കും, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ച ഒരു വീഡിയോ ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, 7 ഫോണും അതിൽ 1 ടച്ച് ഫോണാണ്. പിന്നെ അതേപോലെ തന്നെ വാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഒരു വാച്ച് നല്ല ബ്രാൻഡഡ് ആണ്, ഈ ഒരു വാച്ച്. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും. പിന്നെ അതേപോലെ തന്നെ 2 ഇവിടെ എനിക്ക് തോന്നുന്നു 2 ബ്രാൻഡഡ് ഷോപ്പാന്ന് തോന്നുന്നു വാച്ചിൻ്റെ ഉള്ളത്. പിന്നെ ബാക്കിയൊക്കെ നോർമൽ സർവീസും കാര്യങ്ങളും സാധാ കോപ്പിയും ചീപ്പ് പ്രൈസിനുള്ള വാച്ചും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മളിന്ന് കാണിച്ചു തരും. ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് കവറിലേക്ക് ഇടാം. ഓക്കെ, ഫോണ് ഇതാ, ഇതിലാണ് വാച്ച് ഉള്ളത്, ഇതും ഇടാം. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് തിരൂരിപ്പോൾ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നസീസ് ഹോട്ടലിലാണ്, സ്റ്റാൻഡിൽ തന്നെ, ബസ് സ്റ്റാൻഡിൽ തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ കയറിയിട്ടുള്ളത്, ചായ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഇത് നമ്മളെ ഉള്ളിൽ തേങ്ങ നിറച്ച പോലത്തെ ഒരു സംഭവം ഇത് കാണിച്ചത്. ഇതാണ് സാധനം. കുഴപ്പമില്ല, അടിപൊളി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഈ നേരെ ചായ കുടിച്ചിട്ട് എന്താക്കണോ ബാക്കി പരിപാടി കാര്യങ്ങൾ നമ്മൾ വന്ന കാര്യത്തിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ തിരൂരെത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് എന്താക്കാം, ഇത് നമ്മളിപ്പോൾ ഒരു വാച്ച് കടയിലുള്ളത്. നമുക്ക് ജസ്റ്റ് ആദ്യം വാച്ച് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ഫോൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ വാച്ച് 4 വാച്ച് വരുന്നുണ്ട്. നമുക്കിത് കൊടുത്തോക്കെ എത്ര കിട്ടും. ഓക്കെ, ഇതിൻ്റെ അവിടെ കൊടുത്ത് അവിടെ ഒരു പീടിയെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ 2-3 പീടിയെ കയറി പിന്നെ പുറത്ത് പോയതിൻ്റെ ശേഷമാണ് അത് കറക്റ്റ് സെറ്റായിട്ടില്ല. വേറൊരു ഷോപ്പിലാണല്ലോ മറ്റേ ഈ പണ്ടത്തെ കുറച്ച് ഞാൻ പറഞ്ഞ ഫോൺ അതെല്ലാം കൊടുക്കേണ്ടിട്ട് ഇവിടെ വന്നിട്ട് കാണിക്കാൻ അത് കണ്ടിട്ടില്ല. അപ്പോൾ അതിനിവിടെ ഷോപ്പിൽ വന്നിട്ടാണ് കൈസ്. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി വേറൊരു ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സീനുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റാതിരുന്നത്. ജസ്റ്റ് ഞാൻ അടുത്ത ഷോപ്പിലേക്ക് പോവാം. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. വർക്കിങ്ങാ? അത് വർക്കിംഗ്. എനിക്ക് എത്രയാണ്? അതൊക്കെ സിം ഇടുന്നത് 600, മറ്റേ 400. ഒന്ന് കാണിക്ക്, വർക്ക് ചെയ്താൽ എനിക്ക് കാണുന്നവർക്ക് അഥവാ ഉണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടിട്ട് വരികയൊക്കെ ടച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? വേറെ ഏതാ ഉള്ളത്? വേറെ സാധനം ഉണ്ട്. കണ്ണൂരിൽ നിന്ന് തിരൂരാണ് വർക്ക് ചെയ്യുന്നത്. ആ, അതെ, ടേബിളാണ്. അല്ല, ജസ്റ്റ് ചോദിച്ചെന്നല്ലോ ഗൈസ്. അങ്ങനെ നമ്മളെ ഫോണെല്ലാം കൊടുത്തിട്ട് നമുക്ക് 150 രൂപ കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ കുറേ ആയില്ലേ ഇവിടെ?
കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തിനായിരിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ചയായിട്ട് വന്നപ്പോൾ. കുറേ ഒന്നുമല്ല, ഞാനൊരു പഴയ ആളാണ്. പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടാവുക? ഇപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച എല്ലാം ഉണ്ടാവും. ഒരുപാട് മൊബൈലുകളും ആക്സസറീസും എല്ലാ സാധനങ്ങളും വളരെ വില കുറച്ചിട്ട്. കേരളത്തിൽ തന്നെ ഇതേമാതിരത്തെ ഒരു മാർക്കറ്റ് എവിടെയും ഉണ്ടാവും ഇല്ല. കുറേ ആൾക്കാർ ചോദിച്ചിന് വെള്ളിയാഴ്ച മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനം കിട്ടിയ ചെറിയ വിലക്കെന്നുള്ള. വിരോധമുള്ളവർ, ഈ വഴിയോര കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വിരോധമുള്ളവർ പല രീതിയിലും പല പരസ്യങ്ങളും ചെയ്യും. പക്ഷേ ഇവിടെ സത്യസന്ധമായിട്ടാണ് വഴിയോര കച്ചവടക്കാർ കച്ചവടം നടത്തുന്നത്. വളരെ വില കുറഞ്ഞിട്ട് ഉപഭോക്താവിൻ്റെ തൃപ്തികരമാകുന്ന രീതിയിൽ തന്നെ കച്ചവടം നടന്നു പോകുന്നു. നല്ല കച്ചവടമുണ്ട്. വേറെ വിഷയങ്ങൾ കാര്യങ്ങളൊന്നും. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെ ഇത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു കേട്ടില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കുക, ഇവിടെയൊക്കെ വരാൻ പറ്റും വെള്ളിയാഴ്ച. പിന്നെ മാർക്കറ്റ് ചെറിയ വിലക്ക് എല്ലാ സാധനവും എല്ലാം കിട്ടുന്ന രീതിയിൽ. ഇവരൊക്കെ സാധാരണക്കാരായ പണ്ടോളം ഇവിടെയൊക്കെ നാട്ടുകാരനല്ല, ഇവിടുത്തെ തന്നെ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ലാഭമാണ്, ഇവർക്ക് വലിയൊരു ഉപകാരമാവും ചെയ്യും. ഗൈസ് നടന്ന് മടുത്തിട്ടുള്ള ജസ്റ്റ് ഒരു അഭിമുഖം കുടിക്കേണ്ടിട്ട് ഇവിടെ വന്നതാണ് ഇവരെ കടയിൽ. ഇനിയിപ്പോൾ നമ്മൾ ഈ വാച്ചും പിന്നെ ഫോണും എല്ലാം കൊടുത്ത് ഇപ്പോൾ നേരെ റൂമിലേക്കാണ്. ഓക്കെ, ഫോർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇപ്പോൾ സാധാരണക്കാരായ ആളുകളാണ്, ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അഭിമുഖം ചെറിൻഡേഴ്സ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ വരിക, കുടിക്കുക, ഉഷാറാക്കി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനത്തെ കുറച്ച് ക്യാപ്പ് വാങ്ങാൻ വന്നിട്ടുള്ളത് തിരൂർ മാർക്കറ്റിനുള്ളിൽ തന്നെ. നമ്മളെ മിസ്റ്റർ മാസ്റ്റർ റോസ്റ്റ് എന്നുള്ള ചാനലിൽ റോസ്റ്റിംഗ് ഉണ്ടോ, കോമഡി വീഡിയോസ് മറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ക്യാപ്പും ഇതിന് വന്നിട്ടുള്ള ഒരു സ്പെക്കും ഉണ്ട്. ഇത് ഇതൊക്കെ ചീപ്പ് റേറ്റിന് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നേരെ ഇത് മേടിച്ചിട്ട് വരാം. ബസ് കയറി ഞങ്ങൾ ഇത്ര ആൾക്കാർ അന്റെ വണ്ടി എന്റെ വണ്ടിയല്ല. വണ്ടി ഒഴിവാക്കി സ്റ്റാൻഡ് തീർത്താം. ഇപ്പൊ ഇവിടെ വണ്ടി കിട്ടൂല എനിക്ക്. അങ്ങനെ ഫൈനലി നമ്മൾ എന്താ പറയുക പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കോട്ടേഴ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കോട്ടേഴ്സ് കാണണ്ടേ, ഇതാണ് നമ്മളെ തിരൂരിൽ നിൽക്കുന്നത്. നമ്മൾ അധികം ഉണ്ടാവില്ല, ഇവിടെ നമ്മൾ തെറിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറേ പെട്ടുപോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പിന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇവരെന്താ പിന്നെ സാധനം കൊടുക്കുന്ന വീഡിയോ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അത് കാണിക്കാണ്ടിരുന്നത് ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് വീഡിയോ എടുക്കട്ടെ അവരോട് ചോദിച്ച്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് എടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം അവർക്കൊന്നും ഉള്ളതുകൊണ്ടല്ല. ഇതിന് മുമ്പ് പിന്നെ ഇതേപോലെ തന്നെ വ്ളോഗർമാർ വന്ന് എടുത്തിട്ട് പണി കിട്ടിയിട്ടുണ്ട്. മെയിൻ റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അറിയുന്ന ഒരു കൂട്ടുകാരൻ്റെ ഒരു ഷോപ്പ് മുംബൈയിലുണ്ടായിരുന്നു. മുംബൈയിൽ ഇതേപോലെ വ്ളോഗർ വന്നിട്ട് ഈ വീഡിയോ എടുത്ത് പോയി. അപ്പോൾ കുറേ വാച്ച് കോപ്പികളുണ്ട് വരും. അപ്പോൾ ആ ബ്രാൻഡ് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ട് 13 കോടീനെ നഷ്ടം വന്ന്. കോപ്പി വാച്ചൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ അവസ്ഥ ഉള്ളതുകൊണ്ടായിരിക്കും. അവർക്ക് 13 കോടി ലോസ് വരിക എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമല്ല. അപ്പോൾ അവർ പറഞ്ഞാൽ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ നമുക്ക് ആ ചെറിയൊരു ഇതില്ലേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അതെടുത്തിട്ടില്ല. 2 ഷോപ്പിൽ കയറി അത്യാവശ്യം. പിന്നെ അതേപോലെ നിങ്ങൾക്കില്ലേ കോപ്പി വാച്ചുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തിരൂർ വന്നു കഴിഞ്ഞാൽ അന്വേഷിച്ചാൽ സൂപ്പർ വാച്ചുകൾ കിട്ടും. അതായത് റാഡോൻ്റെ ആയിക്കഴിഞ്ഞാലും എല്ലാ ബ്രാൻഡിലും അടിപൊളി സാധനം കണ്ടാൽ കറക്റ്റ്. അതായത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, നല്ല എടുത്തു നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവില്ല. അതിന് ബാക്കിലുള്ള എംബ്ലം കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ മെഷീൻസ് പോലും കറക്റ്റായിട്ട് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ എല്ലാ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് കിട്ടിയ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 7 മൊബൈൽ എല്ലാം ഡെഡാട്ടാ, ഒന്നും വർക്കാവില്ല. പിന്നെ പഴയ ഫോണും അല്ലേ, അതിന് ഏകദേശം 450 രൂപ കൊടുത്തിട്ട് കിട്ടിയത് അതെല്ലാം കൊടുത്തിട്ട്. പിന്നെ അതേപോലെ തന്നെ വാച്ചിനും ഈ പറഞ്ഞ 400 രൂപ കിട്ടിയുള്ളൂ. കാരണം ഇവിടെ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ജസ്റ്റ് പറയേണ്ടിയിട്ട് വന്നത്. ഞാൻ നേരത്തെ മാർക്കറ്റിൽ മേടിച്ചെന്നറിയില്ല, ക്രിസ്മസിൻ്റെ ഇതൊരു തൊപ്പിയാണ്. പിന്നെ അതാ ഒരു കണ്ണട മേടിച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ല, ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് മിസ്റ്റർ മാസ്റ്റർ റോസ്റ്റ് എന്നുള്ളൊരു ചാനലുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പോയിട്ട് മിസ്റ്റർ മാസ്റ്റർ, ഇതിപ്പോൾ വ്ളോഗല്ലേ, മറ്റേത് റോസ്റ്റാണ്. അപ്പോൾ റോസ്റ്റ് പോയിട്ട് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അത് കുറച്ച് കോമഡി വീഡിയോസും ഫൺ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഇതാ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ഓഫർ കാര്യങ്ങളൊക്കെ തിരൂർ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ജസ്റ്റ് പറ്റുന്ന ആൾക്കാരൊക്കെ അവിടെ പോയി മേടിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, മിസ്റ്റർ മാസ്റ്റർ റോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ചാനലൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാലം നിങ്ങൾ ഇത് സപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ നന്ദി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.